കേരള പി എസ് സി ഇന്നലെ 2 പോസ്റ്റുകൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ HSST കമ്പ്യൂട്ടർ സയൻസ്, രണ്ടാമത് നമ്മുടെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലെ AO പോസ്റ്റിൻ്റെ 2 റാങ്ക് ലിസ്റ്റിലും മികച്ച വലിയ വിജയമാണ് ഏണസ്റ്റ് അക്കാഡമിക്ക് നേടാൻ സാധിച്ചത്. റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് റാങ്കുകളെല്ലാം നമുക്ക് നേടാൻ സാധിച്ചു. റാങ്ക് ലിസ്റ്റിന് നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ HSST കമ്പ്യൂട്ടർ സയൻസ് നോക്കുവാണെങ്കിൽ 51 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ 19 ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. ടോപ്പ് 10ൽ 5 റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. 1, 2, 5, 8, 9 റാങ്കുകൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസിനാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ഇനിയും അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ 581 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ 180 മേളിൽ ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. ആദ്യ 10ൽ 7 റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. 1, 2, 3, 6, 7, 8, 9. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കേരള പി എസ് സി ഇതേപോലെ പബ്ലിഷ് ചെയ്ത ടെക്നിക്കൽ പോസ്റ്റുകളുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും ഇതേപോലുള്ള വിജയമാണ് നമുക്ക് വീണ്ടും ആവർത്തിക്കാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള വിജയങ്ങൾ നമുക്ക് വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത് നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുകയും ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും നിരന്തരം നൽകി വരുന്ന നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെയും ഒന്നിച്ചുള്ള ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമമാണ്. ഇപ്പം റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എത്രയും പെട്ടെന്ന് അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഒപ്പം ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി വന്ന നമ്മുടെ ഫാക്കൽറ്റീസിനോടും മെൻറ്റേഴ്സിനോടും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും സ്റ്റുഡൻസിൻ്റെ പേരിലും നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്പോൾ HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് നല്ലൊരു കോമ്പറ്റേറ്റീവ് പോസ്റ്റായിരുന്നു. കാരണം ടീച്ചിങ് ജോബാണ്, സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. അപ്പം കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാമാന്യം നല്ലൊരു ലിസ്റ്റാണ് കേരള പി എസ് സി ഈ മെയിൻ ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 51 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്ന ഇഫ്രാത്ത് ജഹാനാണ്. സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുന്ന അഫ്സൽ CP, 5th റാങ്ക് നേടിയിരിക്കുന്ന പവിത്ര, 8th റാങ്ക് നേടിയിരിക്കുന്ന അനുഷ്മ, 9th റാങ്ക് നേടിയിരിക്കുന്ന അഞ്ജു കുര്യൻ, 13th റാങ്ക് നേടിയിരിക്കുന്ന ലമീസ, 18th റാങ്ക് നേടിയിരിക്കുന്ന അഞ്ജന ജയൻ, 23rd റാങ്ക് നേടിയിരിക്കുന്ന റിനി, 25th റാങ്ക് നേടിയിരിക്കുന്ന അംബ്ലി ചാക്കോ, 26th റാങ്ക് നേടിയിരിക്കുന്ന വിനായക്, 27th റാങ്ക് ചിത്ര പുരുഷോത്തമൻ, 28th റാങ്ക് അമീന, 30th റാങ്ക് അജ്മി, 33rd റാങ്ക് റഷീദ് അഹമ്മദ്, 36th റാങ്ക് ഷാക്കി, 42nd റാങ്ക് ശ്രീലക്ഷ്മി, 43rd റാങ്ക് ദീപ്തി, 44th അഞ്ജു ബാല, 45th അപർണ R. ഇനിയും നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുവാണെങ്കിൽ പല കാറ്റഗറീസിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ കുറേ അധികം കോച്ചിങ്ങുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടത്തിയ കോച്ചിങ്ങുകളിലെല്ലാം ഇതേപോലുള്ള മികച്ച വിജയം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലെ ആദ്യത്തെ 21ൽ 20 റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ അതിലെ ടോപ്പ് റാങ്കുകളെല്ലാം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾ ലെക്ചർ പോസ്റ്റ് ലെക്ചർ IT നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ നോക്കുവാണെങ്കിൽ, പ്രോഗ്രാമർ പോസ്റ്റ് നോക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് ഏണസ്റ്റ് അക്കാഡമിയുടെ യൂട്യൂബ് സ്പേസിൽ വരികയും അവരുടെ സക്സസ് സ്റ്റോറീസും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വ്യത്യസ്ത സ്റ്റോറീസാണ്. കരിയർ ഗ്യാപ്പിന് ശേഷം ഒരു 13 വർഷത്തെ കരിയർ ഗ്യാപ്പിന് ശേഷം നമ്മുടെ കോച്ചിങ് തിരഞ്ഞെടുത്ത് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ടോപ്പ് റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികളുണ്ട്. തിരക്കേറിയ ജോലിക്കിടയിൽ ട്രെയിനിലും ബസ്സിനും എല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പഠിച്ച് ജോലിയോടൊപ്പം ജോലി മേടിച്ച ഉദ്യോഗാർത്ഥികളുണ്ട്. കോഴ്സ് കഴിഞ്ഞ ഉടനെ കോച്ചിങ് ജോയിൻ ചെയ്ത് ആദ്യ അറ്റംപ്റ്റിൽ റാങ്ക് കരസ്ഥമാക്കിയവരുണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. അതേപോലെ തന്നെ ഒത്തിരി എക്സാംസിന് സെൽഫ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് പെർഫോമൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താതെ പിന്നീട് നമ്മുടെ യൂട്യൂബ് സ്പേസൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ച് ടോപ്പ് റാങ്ക് നേടി ജോലിയിൽ പ്രവേശിച്ച് അഡ്വൈസ് ലഭിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ പെർഫോമൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ നമ്മുടെ ഫാക്കൽറ്റീസിനും മെൻറ്റേഴ്സിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകി വരുന്നതായിരിക്കും. ഇനിയും നമുക്കറിയാം 4 പോസ്റ്റിലേക്കുള്ള പ്രോഗ്രാമർ പോസ്റ്റിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ലൈവായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മുടെ കോഴ്സ് എടുത്തുകൊള്ളുക. വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഷഫ്ന മിസ്സാണ് മെൻറ്റർ. നമ്മുടെ സൂപ്പർ മെൻറ്റേഴ്സിൽ ഒരാളാണ് ഷഫ്ന മിസ്സ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇനി ഏറിയാൽ ഒരു 50-55 ദിവസമാണ് നമുക്ക് എക്സാംസിനുള്ളത്.
കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള വിജയം നിങ്ങൾക്കും നേടാവുന്നതാണ്. ഇനിയും ഈ എക്സാമിന് തയ്യാറെടുക്കാനായിട്ട് നമ്മുടെ ഒരു ബുക്കുണ്ട്. 3rd എഡിഷൻ്റെ ബുക്കിൽ ഇനി കുറച്ച് കോപ്പീസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ടെസ്റ്റ് സീരീസും ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനും പുസ്തകം മേടിക്കാനുമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങളെ നമ്മൾ റീച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.